Hi aspirants, welcome to IAS Factor and I am Arjun R. Shankar. നമ്മൾ UPSC 2026-ൻ്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ എല്ലാവരും 2025-യുടെ പേപ്പർ കണ്ടിട്ടുണ്ടാവും. കാരണം 26-ലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ 25-യുടെ UPSC 2025-യുടെ പ്രിലിംസ് കണ്ടിരിക്കണം. കാരണം പ്രിലിംസിൽ വലിയൊരു അതിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് എല്ലാ പ്രാവശ്യവും UPSC ഒരു അൺപ്രഡിക്റ്റബിൾ പാറ്റേൺ ആണ് സെറ്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് ടൈം, like every time they have made it, they have proved it again that they are the unpredictable service commission because you cannot predict the examination. ആ പാറ്റേൺ തന്നെയാണ് ഇവരുടെ എലിമിനേഷൻ സ്ട്രാറ്റജി. കാരണം നമുക്കറിയാം 10-13 ലക്ഷം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്ത് അതിൽ കുറേ ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പോലും ഇവരെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ വെറും ലൈവ് ക്ലാസ്, നമ്മുടെ ഇഗ്നൈറ്റ് ബാച്ച് എന്നാണ് നമ്മുടെ 2026 ബാച്ചിൻ്റെ പേര്. സോ ഈ വെറും ലൈവ് ബാച്ച് എന്ന് പറയുമ്പോൾ ഇസ് ഇറ്റ് സഫിഷ്യൻറ്റ്? ലൈവ് ക്ലാസ്സസ് കൊണ്ട് മാത്രം ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ ഷുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് എ ബിഗ് നോ. ഇറ്റ്സ് എ ബിഗ് ബ്ലേറ്റൻറ്റ് നോ. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വെറുതെ പഠിച്ചതുകൊണ്ട് മാത്രം ഈ പരീക്ഷ പാസ്സാവാൻ പറ്റില്ല എന്ന് പ്രിലിംസ് പേപ്പർ നമ്മളെ കാണിച്ചു തന്നു. ദാറ്റ് ഈസ് വൈ IAS ഫാക്ടറിൻ്റെ ഇഗ്നൈറ്റ് ലൈവ് ബാച്ച് ഹാസ് ഓൾസോ എ സെക്ഷൻ കോൾഡ് ആസ് കൾട്ട്. കൾട്ട് നമ്മുടെ ഒരു ക്ലാസ് ആണ്, ഒരു സപ്ലിമെൻ്ററി ക്ലാസ് ആണ്. ആ കൾട്ടാണ് നമ്മുടെ 2026 ലൈവ് ബാച്ചിനെ മറ്റ് ക്ലാസ്സുകളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും. ദാറ്റ് ഫീച്ചർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വിച്ച് ഐ ഫീൽ ആസ്പിറൻസിന് ശരിക്കും വേണ്ടത് എന്ന് തോന്നുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. സോ ഡെഫിനറ്റ്ലി IAS ഫാക്ടറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകളാണ്. വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടൊരു ബാച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ലൈവ് ക്ലാസ്സുകളാണ്. കഴിയുന്നതും ലൈവ് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ നമ്മുടെ IAS ഫാക്ടറിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും റെക്കോർഡിങ് അവർക്ക് കാണാൻ പറ്റുന്നതാണ്. നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് അതിൻ്റെ ക്ലാസ്സിൻ്റെ രീതി. സാധാരണ ക്ലാസ്സുകൾ UPSCക്ക് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്, നമ്മൾ മെയിനായിട്ട് സബ്ജക്ട് ക്ലാസ്സുകൾ. ഡെഫിനറ്റ്ലി നമുക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ട്, സിലബസ് ഉണ്ട്. സേ യു വാച്ച് ദി മേജർ പില്ലേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റി, എൻവയോൺമെൻറ്റ്, ഈവൻ സയൻസ് ആൻഡ് ടെക് ഉണ്ടെങ്കിൽ പോലും മേജർ പില്ലേഴ്സ് നമ്മൾ പഠിക്കുന്നു. മൈനർ പില്ലേഴ്സ് എന്ന രീതിയിൽ എത്തിക്സിൻ്റെ പേപ്പർ ഉണ്ട്. അതേപോലത്തെ ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റീസ്, ഇന്ത്യൻ സൊസൈറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ആർട്ട് ആൻഡ് കൾച്ചർ, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ മെയിൻസ് ഓറിയൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ട്. മെയിൻസ് ഓറിയൻറ്റഡ് ആണ്. എന്നാൽ പ്രിലിംസിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, 2025 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഏകദേശം ഇതേ അവസ്ഥയാണ് ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ആസ്പിറൻസിന്. പക്ഷേ വാട്ട് ഐ റിയലി ഫീൽ ഇസ് ദാറ്റ് ഇഫ് യു ആർ പ്രിപ്പയർഡ് ദ റൈറ്റ് വേ, കണ്ടന്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പഠിച്ചൊരാൾ, അതേപോലെ തന്നെ കണ്ടന്റ് അപ്ലൈ ചെയ്യുന്ന മാത്രമല്ല നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾ, പരീക്ഷകൾ എഴുതി ഇഫ് യു ആർ പ്രാക്ടീസ്ഡ് റിയലി വെൽ, അങ്ങനത്തെ ആസ്പിറൻസിന് ഈ പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. 100 വാങ്ങിച്ച ആൾക്കാരുണ്ട്, 100 എബോ വാങ്ങിച്ച ആൾക്കാരുണ്ട്. സോ സ്കോറിംഗ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെയാണ് നമ്മൾ ഈ പരീക്ഷയെ കണ്ടന്റ് കൊണ്ട് അപ്രോച്ച് ചെയ്താൽ ഒരിക്കലും you will be an intelligent person after the preparation, but you will never clear the examination. So the choice is yours, whether you want to be an intelligent person or പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ആളാണെന്നോ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ 2025 മാറ്റം വെച്ചിട്ടാണ് നമ്മൾ പുതിയ കാര്യം കൊണ്ടുവന്നത്. സാധാരണ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മളൊരു ക്ലാസ് കഴിയും, അടുത്ത ക്ലാസ് വരും. അതിന് നമ്മളും പണ്ടും ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഇനി അത് പോരാന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് കഴിയുമ്പോൾ പാരലലി ടെസ്റ്റുകളൊക്കെ വരും, ടെസ്റ്റ് സീരീസ് വരും, ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ഇങ്ങനെ പോയത് കൊണ്ട് മാത്രം നമുക്ക് ഈ പരീക്ഷ പാസ്സാവാൻ പറ്റില്ല എന്നുള്ളത് ഇപ്രാവശ്യത്തെ പ്രിലിംസ് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് വൈ our new feature is called the cult. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ്സ് ബേസിക്കലി പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആണ്. കൾട്ട് എന്ന ഉദ്ദേശം തന്നെ കോൺസെപ്റ്റ്സ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. കോൺസെപ്റ്റ്സ് എത്രത്തോളം നമ്മൾ പഠിച്ചു, ലേൺ ചെയ്തു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അത് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതിലാണ്. പഠിച്ചാൽ മാത്രമേ കൾട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ കൾട്ട് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ 1-2 ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൾട്ട് സെഷൻസ് ഉണ്ടാവും. അതിനെ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന സെഷൻസ്, ചിലപ്പോൾ അതൊരു വോയിസ് നോട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഒരു PDF ആയിരിക്കാം. ഇപ്രാവശ്യത്തെ പേപ്പറിൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോർമൽ രീതിയിൽ ഇപ്പോൾ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ NATO, കണ്ടുപിടിക്കാൻ പാടാണ്. അതേപോലെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെമ്പേഴ്സ് ഓഫ് ASEAN, വിച്ച് ഓഫ് ദ ഫോളോയിങ് BIMSTEC,
ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനും പറ്റില്ല. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ കൾട്ടിൻ്റെ ഒരു ടോപ്പ് അപ്പ് കോണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. ആ കോണ്ടന്റ് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിച്ച് ഇസ് എക്സ്ക്ലൂസീവ്ലി മെയ്ഡ് ഫ്രം ദി എക്സ്പീരിയൻസ് ഓഫ് 2025 പ്രിലിംസ്. അതാണ് നമ്മുടെ കൾട്ട് എന്ന് പറയുന്ന സെഷൻ. ഇറ്റ് ക്യാൻ ബി എ വോയിസ് നോട്ട്, ഇറ്റ് ക്യാൻ ബി എ ഗൈഡൻസ് ലെവൽ, ഇറ്റ് ക്യാൻ ബി ഒരു PDF ആയിരിക്കാം, ഒരു മെയിൻസ് ക്വസ്റ്റൻ ആയിരിക്കാം, ഒരു ക്ലാരിറ്റി നോട്ട് ആയിരിക്കാം, അങ്ങനെ എന്തും ആയിരിക്കാം. സോ ദിസ് ഇസ് ദ ഡിഫറൻഷിയേറ്റർ. കൾട്ട് ആണ് നമ്മുടെ 26 ലൈവ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സബ്ജക്ട് ക്ലാസ്സസ് ആണെങ്കിലും മേജർ പില്ലേഴ്സ് ആണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മുടെ മൈനർ പില്ലേഴ്സ് ആയിട്ടുള്ള മേജർ ടോപ്പിക്സ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ മേജർ, നമ്മുടെ ടർബോ നോട്ട്സ് ഇസ് എ വെരി പോപ്പുലർ തിങ്. ഈ കഴിഞ്ഞ വർഷം ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ ടർബോ നോട്ട് വായിച്ചിരുന്നു. കറണ്ട് അഫയേഴ്സിൻ്റെ വളരെ ക്രിസ്പായിട്ടുള്ള നോട്ടാണ്. ഒരുപാട് വായിക്കാതെ കറക്റ്റായിട്ട് ഉള്ള കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ആണ് നമ്മുടെ ടർബോ എന്ന് പറഞ്ഞ നോട്ട്സ്. അതും നിങ്ങൾക്കുണ്ടാവും. ഡെഫിനറ്റ്ലി ഇതിനകത്ത് CSAT ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. മാത്സ് പേടിയായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ CSATൻ്റെ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. സോ CSAT ഇസ് ഡെഫിനറ്റ്ലി എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. മെൻറ്ററിങ് ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഗ്രൂപ്പ് മെൻറ്ററിങ് ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് എന്നൊരു കോഴ്സ് വേറെ നമുക്കുണ്ട്. ഇൻഡിവിജ്വൽ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു സെഷനും ഉണ്ട്. അല്ലാതെ നമ്മൾ ഗ്രൂപ്പ് സെഷൻസും നമ്മൾ മെയിൻലി മെൻറ്ററിങ് സെഷൻസും ഡിസ്കഷൻ ഫോറംസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും നമ്മുടെ മേജർ കോഴ്സിൽ. പിന്നെ നമ്മുടെ പ്രാക്ടീസ് സെഷൻ. പ്രാക്ടീസിൽ ഡെഫിനറ്റ്ലി പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, മെയിൻസ് ടെസ്റ്റ് സീരീസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് വി ഹാവ് എ കൾട്ട് എക്സാംസ്. നമ്മുടെ കൾട്ടിൻ്റെ എക്സാംസ് ഉണ്ടാവും, കൾട്ടിൻ്റെ നോട്ട്സ് ഉണ്ടാവും. അതേപോലെ മെയിൻസ് ആൻസർ റൈറ്റിനോടൊപ്പം തന്നെ വി ഹാവ് എ ന്യൂ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സെഷൻ കോൾഡ് ആസ് ദ റൈറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് UPSC കിട്ടണമെങ്കിൽ യു നീഡ് ടു ബി വെരി ഗുഡ് അറ്റ് ആൻസർ റൈറ്റിംഗ്. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ റൈറ്റ് കോണ്ടന്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാനുള്ളത് അത് എക്സ്ക്ലൂസീവ്ലി ഇതിൽ നിന്നും വേറെയാണ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. നന്നായി എഴുതിയാൽ മാത്രമേ ആ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിലിംസ് പാസ്സായാലും മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ. സോ ഡെഫിനറ്റ്ലി ദീസ് പ്രാക്ടീസ് സെഷൻസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ആൻഡ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പ്രിലിംസും മെയിൻസും കഴിഞ്ഞ ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് ഉണ്ടോ? ഞങ്ങളുടെ കോൺസെപ്റ്റിൽ വാട്ട് ഐ റിയലി ബിലീവ്, ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് എന്നൊക്കെ പറയുന്നത് മെയിൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് December 1 January 1 ആകുമ്പോൾ ഇൻ്റർവ്യൂവിന് പഠിക്കാം എന്നുള്ളതല്ല. മെയിൻസ് പഠിക്കുന്ന പോയിന്റിൽ തന്നെ ഇൻ്റർവ്യൂ ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഇസ് ആൻ ആറ്റിറ്റ്യൂഡ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ ടെൽ മീ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ അല്ല, അതിൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചത്. പലപ്പോഴും ആസ്പിരൻസിന് ആ ഒരു ഒപ്പീനിയൻ സൈക്കിൾ ഇല്ല. സോ വി നീഡ് ടു ബിൽഡ് ദാറ്റ് ഒപ്പീനിയൻ റൈറ്റ് ഫ്രം ദ സ്ക്രാച്ച്. അതിനു വേണ്ടിയുള്ള എക്സസൈസസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻ ഫോർമേഷന് വേണ്ടി, വിച്ച് വിൽ ഹെൽപ്പ് യു ഇൻ ദ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ 26 ബാച്ചിൻ്റെ സെപ്പറേറ്റർ ആഡ് ഓൺ ആണ് മലയാളം ലിറ്ററേച്ചർ ഓപ്ഷൻ ക്ലാസ് ഉണ്ട്. വി ഹാവ് വെരി സീനിയർ ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസിങ്, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെ ആ ഒരു മലയാളം എക്സ്പീരിയൻസിലേക്ക് UPSC ഓപ്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സോ വി ഹാവ് മലയാളം ലിറ്ററേച്ചർ, അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷണൽ ക്ലാസ്സസും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ 2 പ്രധാനപ്പെട്ട ഓപ്ഷണൽ ക്ലാസ്സുകൾ. സോ the whole series is guided by me under my experience. Whatever I have learned over the years, I'm just passing on. നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പൂൾ ഓഫ് ഫാക്കൽറ്റീസും നമുക്ക് ഇതിനകത്തുണ്ട്. ആൻഡ് ഒരുപാട് ഫാക്കൽറ്റീസിൽ മോസ്റ്റ് ഓഫ് ദം ഹാവ് മോർ ദാൻ 10 years of experience and some of them have multiple mains and multiple interviews. So എക്സാം എഴുതി പാസ്സായതിൻ്റെ ആ ഒരു എക്സ്പെർട്ടീസ് ആൻസർ റൈറ്റിംഗ് ഫീഡ്ബാക്കിലൊക്കെ അവർ നമുക്ക് തരുന്നതായിരിക്കും. സോ വി ഹാവ് എ ഫാന്റാസ്റ്റിക് ടീം വെയിറ്റിംഗ് വിത്ത് അസ്. സോ ഇതാണ് നമ്മുടെ 26ന്റെ മെയിൻ ഫീച്ചേഴ്സ്. സോ ഡെഫിനറ്റ്ലി ഏറ്റവും നല്ലൊരു കൾട്ട് പാക്കേജാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ യുവർ കംപ്ലീറ്റ് ഹോളിസ്റ്റിക് പ്രിപ്പറേഷൻ. സോ join our batch and be a part of this session. Let's take your UPSC preparation to the next level. ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനും കൂടാണ്. പരീക്ഷ എഴുതുന്നത് പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി അല്ല. When you want to write, when you are approaching for this examination, make sure prelims, mains, interview ഒറ്റ ഫ്ലോയിൽ പോകാൻ പറ്റണം. So I wish you all the best to all the aspirants. ക്ലാസ്സിൽ കാണാം. Take care. Thank you so much.